ഇതാണ് ബൺ ദോശ. അരി അരക്കാനോ കുതിർക്കാനോ ഒന്നും നിൽക്കാണ്ട് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നല്ല ടേസ്റ്റും ആണ്. തിരക്ക് പിടിച്ച ദിവസമെല്ലാം നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ്. അപ്പം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കാം. റവ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, സാധാ റവേനെ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അത് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ച് ചൂടാക്കിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നാൽ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ജീരകം ഒന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് ചെറിയൊരുള്ളി ചോപ്പ് ചെയ്തതും 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചെടുക്കരുത്, ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മസാലക്കൂട്ട് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മസാലക്കൂട്ട് മാവിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് കായപ്പൊടിയും നമുക്കൊരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കലക്കി മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇത് കലക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ തിക്നെസ് മനസ്സിലാവും. ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. നമ്മൾ ഇഡ്ലിക്കും ദോശയ്ക്കെല്ലാം മാവ് റെഡിയാക്കുന്നില്ലേ, ആ ഒരു തിക്നെസ്സിലാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ റെസ്റ്റൊന്നും ചെയ്യാൻ വെക്കണ്ട. നമ്മൾ ഇതുപോലെ ഒരു തട്ട്കാപ്പാനോ അല്ലെങ്കിൽ നമ്മുടെ അപ്പച്ചട്ടിയില്ലേ, പാലപ്പൊക്കെ ഉണ്ടാക്കുന്ന അപ്പച്ചട്ടി എടുത്താലും മതി. അതിലേക്ക് 1 സ്പൂണ് മാത്രം ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. 1.5 തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് അതുപോലെ തന്നെ കുറച്ച് സമയം മാത്രം കുക്ക് ചെയ്താൽ മതി. 2 സൈഡും ഒരു 2-3 മിനിറ്റ് മാത്രമേ നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടി വരുള്ളൂ. അപ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു ബൺ ദോശ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. തേങ്ങാ ചട്നിൻ്റെയും തക്കാളി ചട്നിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ കുറച്ച് സാമ്പാർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന ബൺ ദോശൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം.